കൊല്ലത്ത് CPIM ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു. സുജാ ചന്ദ്രബാബു മാധ്യമങ്ങളെ കാണുകയാണിപ്പോൾ തത്സമയം. ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് ചേർന്നിരിക്കുകയാണ്. അവരെ സംസാരിച്ച് കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന ബൈറ്റ് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് നമുക്കൊന്നുകൂടി കേൾക്കാം. അവരെന്താണ്, അത് അങ്ങേറ്റം കൗതുകമുള്ള രാഷ്ട്രീയ വാർത്തയാണ്. ഏതെങ്കിലും ഒരാൾ CPM വിട്ട് കോൺഗ്രസിലോ BJPയിലോ ഒക്കെ ചേരുന്നത്, കോൺഗ്രസിൽ ചേരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിലേക്ക് സുജാ ചന്ദ്രബാബു എന്നൊരു നേതാവ് കൊല്ലത്ത് CPMന്റെ ശക്തി കേന്ദ്രമാണ്, അവിടെ ചേർന്നു എന്നത് അങ്ങേറ്റം കൗതുകകരമായിരിക്കുന്നു. ഷമീർ, അങ്ങേറ്റം വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയാണല്ലോ അത്. അവർ പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല, ലൈവ് കൊടുക്കാൻ പറ്റിയില്ല. എന്താണ് അവർ പറഞ്ഞത്? പാർട്ടിയിലെ ചില നിലപാടുകളോട് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് താൻ 30 വർഷമായി പ്രവർത്തിക്കുന്ന CPM എന്ന പ്രസ്ഥാനം വിട്ട് പുറത്തേക്ക് വന്നത് എന്നാണ് അവർ പറഞ്ഞത്. ചില നിലപാടുകളോട് യോജിപ്പില്ല, അത് പാർട്ടി കമ്മിറ്റികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചില നേതാക്കന്മാരുടെ കയ്യിലാണ് ജില്ലയിലെ പാർട്ടി, അവിടെ തുറന്നു പറയാനുള്ള അവസരം പാർട്ടി വേദികളിൽ ഇല്ല എന്നാണ് സുജ പറഞ്ഞിരിക്കുന്നത്. അത് പലതവണ പാർട്ടി വേദികളിൽ പറയാൻ ഉന്നയിച്ചപ്പോഴും അവരെ വിലക്കിയിരുന്നു. അതുകൊണ്ട് താൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. അതുമായി 3 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് സുജ പറയുന്നത്. അതിനുശേഷമാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ മെമ്പർഷിപ്പ് വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ടായത്. നേരിട്ട് തന്നെ പണക്കാട് തങ്ങൾ ഇവിടെ എത്തി ആ മെമ്പർഷിപ്പ് നൽകുകയും ചെയ്തു. പാർട്ടിയുടെ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, പാർട്ടിയുടെ വർഗീയ നിലപാടുകൾ അത് യോജിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചു, പാർട്ടി ഏത് തരത്തിലുള്ള വർഗീയ നിലപാടുകളോടാണ് നിങ്ങൾക്ക് യോജിപ്പില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടി വേദികളിൽ പറയാൻ അവസരം കിട്ടിയിട്ടില്ല, അത് മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള നേതാവാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായി പുനലൂർ സീറ്റിൽ, ലീഗിന്റെ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് പുനലൂർ സീറ്റ്. പുനലൂർ സീറ്റിൽ നിങ്ങൾ മത്സരിക്കുമോ എന്ന ചോദ്യത്തിൽ മത്സരരംഗത്തേക്കില്ല, അത് പാർട്ടി ലീഗിന്റെ നേതൃത്വം തീരുമാനിക്കണമെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും ജില്ലയിലെ തന്നെ ഒരു എന്തുകൊണ്ട് ലീഗ് തെരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ലീഗിലേക്ക് പോയി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരില്ലേ ഷമീർ? സാധാരണഗതിയിൽ അത് ലീഗ് എന്തെങ്കിലും പോകാൻ പറ്റാത്ത പാർട്ടി ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. അവിടെ കൊല്ലത്തൊക്കെ ഒരു CPM നേതാവ് മുസ്ലിം ലീഗിലേക്ക് ചേരുന്നു, കോൺഗ്രസിലേക്ക് ചേരാം, BJPയിലേക്കും ചേരുന്നതായിട്ട് സമീപകാലത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നൊരു ചോദ്യം അവരോട് ചോദിച്ചോ, അല്ലെങ്കിൽ ചോദ്യമില്ലാതെ തന്നെയും എന്തുകൊണ്ട് മുസ്ലിം ലീഗിനോട് 30 വർഷം CPMൽ പ്രവർത്തിച്ചിട്ട് മുസ്ലിം ലീഗിലേക്ക് മാറാൻ തീരുമാനിച്ചു എന്നതിനെ അവർ വിശദീകരിച്ചുവോ? ആ ചോദ്യത്തിന് അവർ കൃത്യമായ മറുപടി നൽകില്ല. എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന ചോദ്യം നമ്മൾ ഉയർത്തിയതാണ്. അവരുടെ പ്രദേശത്തുള്ള ചില പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ പ്രവർത്തനം, അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും അറിയാവുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ പാർട്ടിയിൽ അവഗണിക്കുന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ ലീഗിലേക്ക് ക്ഷണിച്ചു എന്നൊരു മറുപടി മാത്രമാണ്. ആ മറുപടിയിൽ മാത്രം അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തുകൊണ്ട് ലീഗ് എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി നൽകിയില്ല, കൃത്യമായ മറുപടി നൽകുക. അടുത്ത ചോദ്യമായിട്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ ലീഗ് വെച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, യാതൊരുവിധ ഓഫറുകൾ ലീഗ് വെച്ചിട്ടില്ല. നമുക്കറിയാം, ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിച്ച പുനലൂർ സീറ്റിലേക്ക് ലീഗ് ഇത്തരത്തിൽ ഇതര മത വിഭാഗത്തിൽ നിന്ന് ഒരാളെ തിരയുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ലീഗിന്റെ ഒരു സ്ഥാനത്തേക്ക് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ്, അതും പ്രധാനമായും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അഞ്ചൽ പഞ്ചായത്തിലടക്കം 3 തവണ മെമ്പറായിട്ടിരുന്ന ഒരാളെ ലീഗിന് ലഭിക്കുന്നത് അത് ഏറെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കറക്റ്റാണ്. ഇപ്പോഴാണ് അത് വ്യക്തമായത്. രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണല്ലോ. ഞാൻ ഒറ്റ നിമിഷം ഷമീർ, ഒരു ചോദ്യം കൂടി ഉണ്ട്, ഞാൻ വരാം അതിലേക്ക്. അപ്പോൾ അവർ സംസാരിച്ച കാര്യം നമുക്കൊന്ന് കേൾക്കാം. ആരുടെ പ്രഷറൊന്നും പോലുമില്ല, സ്വന്തം തീരുമാനമാണ്, ഒരു വാഗ്ദാനവും ഇല്ല. ഇന്ന് എന്തുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തെ നോക്കിക്കാണുമ്പോൾ എല്ലാ ജാതിമതസ്ഥരെയും ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് പോകുന്ന മതനിരപേക്ഷതയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വീക്ഷിച്ചിട്ടുണ്ട്.
ഇതിനകത്ത് ഒന്നിലേറെ ഒരുപാട് കൗതുകങ്ങൾ ഉണ്ട് ഷമീർ. അതായത് ഒന്ന്, ഈ മുസ്ലിം ലീഗ് വലിയ വർഗീയ പാർട്ടിയാണ് എന്ന അവർ തരാതരം പോലെ വർഗീയ നിലപാടെടുക്കുന്നു എന്ന രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് കൂടെ CPM കുറച്ച് ശക്തമായിട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇദ്ദേഹം മന്ത്രി സജി ചെറിയാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി വെട്ടിലായത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ വർഗീയവാദികളാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ വേണ്ടിയും രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് 30 വർഷം കേരളത്തിലെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നായ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു നേതാവ്, ഒരു ജില്ലാ കമ്മിറ്റി അംഗം, നിസ്സാരയായ നേതാവല്ല, ഒരു ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗിലേക്ക് പോകുന്നത്. അതൊരു പ്രാധാന്യം. രണ്ടാമത്തേത്, ഈ പുനലൂർ പോലൊരു സ്ഥലത്ത് അവർ ഒരു ഇതര മതസ്ഥയായ ഒരു സ്ഥാനാർത്ഥിയെ തേടുകയായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടാണോ അവർ വരുന്നത് എന്ന പ്രശ്നം അവിടെയുണ്ട്. മൂന്നാമത്തേത്, തൊട്ടു മുമ്പ് ഐഷ പോറ്റി എന്നൊരു പ്രധാനപ്പെട്ട വനിതാ നേതാവ് ഈ CPM വിട്ട് കോൺഗ്രസിലേക്ക് പോയി. ഒരു കുറച്ചു കാലമായിട്ട് അവർ വിട്ടു നിൽക്കുകയായിരുന്നു, പക്ഷേ എന്നാലും കോൺഗ്രസിലേക്ക് പോയി. CPM നേതാവെന്നും MLA എന്നും നാട്ടുകാർ അറിഞ്ഞിരുന്നയാൾ കോൺഗ്രസിനകത്തേക്ക് ചേർന്നു. അപ്പോൾ ഇതാ ഒരു വനിതാ നേതാവ് കൊല്ലത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ രണ്ടാമതൊരു വനിതാ നേതാവ് കൂടെ പാർട്ടി മാറിയിരിക്കുന്നു. 30 വർഷക്കാലത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാർട്ടി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ വലിയ ചർച്ചയാകില്ലേ? ഇത് എങ്ങനെ കാണണം? തീർച്ചയായും സനീഷ്, അത് വലിയ ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് വലിയ പരാജയം നേരിട്ടൊരു ജില്ലയാണ് കൊല്ലം. അത്തരമൊരു ജില്ലയിൽ നിന്നും 30 വർഷമായി CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി ഇരിക്കുന്ന, ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായ സുജ ഇത്തരത്തിൽ പാർട്ടി വിടുമെന്ന് ജില്ലാ നേതൃത്വം പോലും കരുതിയില്ല. അപ്രതീക്ഷിതമായൊരു നീക്കമായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി നടന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് മാധ്യമപ്രവർത്തകർക്ക് പോലും പണക്കാട് തങ്ങൾ എത്തുന്നു, മാധ്യമപ്രവർത്തകരെ കാണുന്നു, ഒരു അപ്രതീക്ഷിത സസ്പെൻസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരടക്കം അവിടേക്ക് വിളിച്ചത്. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തെക്കൻ കേരളത്തിൽ നിന്നും സാധാരണയായി ലീഗ് ജയിക്കാറില്ല. ഒരു പ്രധാനപ്പെട്ട സീറ്റാണ് ഈ പുനലൂർ സീറ്റ്. ഈ സീറ്റിൽ അങ്ങനെ വിജയിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ, അതും ഇതര മതത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകാം ഇത്തരത്തിലൊരു നീക്കം ലീഗ് നടത്തിയത്. പക്ഷേ സുജ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 3 ദിവസം കൊണ്ടാണ് സുജ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നാണ്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞൊരു 3 ദിവസം കൊണ്ട് മാത്രം ഒരു നേതാവിന് ഇത്തരത്തിൽ ഈ ലീഗ് ഹൗസിലേക്ക്, കൊല്ലത്തെ ലീഗ് ഹൗസിലേക്ക് എത്തി അംഗത്വം എടുക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാണക്കാട് തങ്ങളുടെ സമയം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യവുമല്ല. അങ്ങനെ ലീഗിന്റെ ഒരു വലിയ നേതാവ്, CPMന്റെ ഒരു വലിയ നേതാവ്, അത് 30 വർഷമായി പാർട്ടി പ്രവർത്തിക്കുന്ന, പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന, അങ്ങനെ വലിയ സ്ഥാനങ്ങൾ, മഹിളാ അസോസിയേഷന്റെ നേതാവായിരുന്ന, അങ്ങനെ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു നേതാവ് കഴിഞ്ഞ ആഴ്ചത്തെ ജില്ലാ കമ്മിറ്റിയിൽ പോലും അവർ പങ്കെടുത്തിരുന്നു. അപ്പോഴൊന്നും യാതൊരുവിധ സൂചനയും ജില്ലാ പാർട്ടിക്കോ ജില്ലാ കമ്മിറ്റിക്കോ നൽകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഈ സംസ്ഥാന രാഷ്ട്രീയവുമായി വെച്ച് നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് അതുമായി ഒന്നും യാതൊരു ബന്ധവുമില്ല. ജില്ലാ കമ്മിറ്റിയിലുള്ള ചില നേതാക്കന്മാരുമായി തമ്മിലുള്ള അസ്വാരസ്യമാണ് ഇത്തരത്തിൽ ഈ പാർട്ടി വിടാനുള്ള കാര്യം എന്നാണ് അവരുടെ സൗണ്ട് ബൈറ്റിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ബൈറ്റിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ചില നേതാക്കന്മാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആ നേതാക്കന്മാരുടെ പേര് എടുത്തു ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. അത് പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിൽ ഈ പാർട്ടി വിട്ട് ലീഗിലേക്ക് വന്നതെന്നാണ് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. സനീഷ്, ശരി, നന്ദി ഷമീർ. വിവരങ്ങൾക്ക് കാരണം എന്താണ്, എന്ത് ഫലമാണ് ഉണ്ടാക്കുക, എന്താണ് തുടർ നടപടി, ഇതൊക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, 30 വർഷം കൊല്ലം പോലെ പ്രധാനപ്പെട്ട ഒരു CPMൻ്റെ സ്വാധീന ശക്തിയുള്ളൊരു ജില്ലയിൽ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗം വരെ ആയിരുന്ന ഒരു നേതാവ് CPIM വിട്ടിട്ട് മുസ്ലിം ലീഗിലേക്ക് ചേർന്നിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും അതിനെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നത്. ഒരാൾ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, ഒരു നേതാവ് അവരുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുക എന്ന് വെച്ചാൽ അനവധിയായിട്ടുള്ള സ്ക്രൂട്ടിനി പ്രോസസ്സിലൂടെയൊക്കെ കടന്നു കയറിയിട്ടാണ് അവർ ജില്ലാ കമ്മിറ്റി അംഗമാവുക. ജില്ലാ കമ്മിറ്റി അംഗം എന്നത് നിസ്സാരമായിട്ടൊരു പൊസിഷൻ അല്ല ഇവരെ ഈ CPIMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടേക്ക് എത്തിയ ഒരാൾ മുസ്ലിം ലീഗിലേക്ക് പോയിരിക്കുന്നു എന്നത് കൊല്ലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചർച്ചയാകില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ തന്നെയും വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ ഐഷ പോറ്റി ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ട്, അല്ലെങ്കിൽ കുറേ കാലമായിട്ടാണെങ്കിലും CPMനോട് വിട്ടുനിൽക്കുന്ന ഒരാളായിരുന്നു എന്ന ഒരു കാര്യം CPMന് പറയാനുണ്ട്, കൊല്ലം ജില്ലാ നേതൃത്വത്തിന് പറയാനുണ്ടാകും, സംസ്ഥാന നേതൃത്വത്തിനും. പക്ഷേ ഇവിടെ ആഴ്ചയിലെ അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുത്തിരുന്ന നേതാവാണ് ഇപ്പോൾ പാർട്ടി മാറിയിരിക്കുന്നത് എന്നതാണ് അതിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും CPIM നേതൃത്വത്തിന് അക്കാര്യത്തിലൊരു വിശദീകരണമൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്ന നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ഇതിലെ രാഷ്ട്രീയ താല്പര്യമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കൗതുകമായ ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം കാണാൻ.